എല്ലാം. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്നെ കുറ്റം പറയാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ സുചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധീർ തമ്മിൽ ജീവിക്കുന്നത്. ബ്ലോഗേഴ്സ് നിനക്കൊന്നും നാണമില്ലേ? ഇനി നിനക്കൊക്കെ നീ എന്നെ പറഞ്ഞോ, എന്റെ വീട്ടുകാർ പറഞ്ഞൊക്കെ നാണമില്ലെന്ന് നീ. എല്ലാവരും ഞങ്ങള് ഫാമിലി മൊത്തമായിട്ട് ഇപ്പോൾ ആത്മഹത്യയുടെ വക്കില്ല. ചേട്ടൻ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. രേണു സുധിയാണ് ടോപ്പിക്. ആൻഡ് എനിക്കറിയാം നിങ്ങളിൽ പല ആളുകൾക്കും കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കേട്ട് മടുത്തൊരു വിഷയമാണെന്നുള്ളത്. പക്ഷേ പല വ്യൂവേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റി സംസാരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കാണുക. ആൻഡ് രേണു സുധി ആത്മഹത്യയുടെ വക്കിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ജീവനോടുള്ളപ്പോൾ തന്നെ വേണമല്ലോ നമ്മൾ അവരെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വിവാദത്തിന്റെ കാരണത്താൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുത്തതിന്റെ പേരിൽ ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടാനെ കൊണ്ട് ഏറ്റവും ഉത്തമ യോഗ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് രേണു സുധി. എന്തോരം ഇന്റർവ്യൂസ് അവിടെ ഓരോ ദിവസം കഴിയുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഓരോ നേരത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലക്കി ഡ്രോ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഇല്ല, അതിനെക്കുറിച്ചിട്ട് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണെങ്കിൽ എല്ലായിടത്തും ഞങ്ങൾക്ക് പറ്റിപ്പോൾ ഒരു തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇവരുടെ ഇൻസ്റ്റയിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സംഭവം ഉടായിപ്പാണെന്നുള്ള അവർക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതിനെ പറ്റിയിട്ട് എന്താണ് ഈ തട്ടിപ്പോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടാണ് ഈ മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ഇട്ടേക്കുന്നത്. അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല എന്നുള്ളത്. എന്തോന്നറിയത് എന്ത് തന്നെയാണെങ്കിലും സുധിച്ചേട്ടനെ ആണെങ്കിൽ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ രേണു സുധി പറയുന്നത്, അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. സുചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധീർ തമ്മിൽ ജീവിക്കുന്നത്. മുഖത്തെ ഒരു സന്തോഷം കണ്ടോ? സുധിച്ചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ എങ്ങനെയാണ്? അതല്ലേ പറഞ്ഞത്, സുചേട്ടൻ മരിച്ചു പോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല, കാരണം ഇപ്പോഴും സുധീർ ഭാര്യ തന്നെയല്ലേ. അതെ, ഭർത്താവിന്റെ പേര് വെച്ചല്ലാതെ വേറൊന്നും അറിയപ്പെടാൻ പറ്റില്ല. അതായത് രേണു സുധി തന്നെ പറയാണ് തന്റെ ഭർത്താവിന്റെ പേരിൽ തന്നെയാണ് ഇന്നും അറിയപ്പെടുന്നത്. പക്ഷെ ഇവർ പറയുന്നു അത് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. അല്ല, സുധിച്ചേണ്ട തണലല്ലല്ലോ എന്ന് പറയാണ്. ഇടേ, സുധിച്ചേണ്ട തണലിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സുധിച്ചേണ്ട ഭാര്യ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും അറിയില്ല. നിങ്ങളുടെ വർക്ക്സ് ആണെങ്കിലൊക്കെ കിട്ടുന്നത് സുധിച്ചേണ്ട ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ്. അതിനെ പറ്റിയിട്ട് നിങ്ങളിവിടെ സമ്മതിക്കുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട് നിങ്ങളിവിടെ. ഞാൻ ഇതുവരെ എത്ര കല്യാണം നിയമപരമായിട്ടും എന്റെ താലി കെട്ടിയ ഒരാളേ ഉള്ളൂ, കൊല്ലം സുധിച്ചേട്ടൻ. പല ആരോപണങ്ങൾ വരും, 10 കെട്ടുമെന്നും നാളെ 5 കെട്ടുമെന്നും 10, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണൽ കാര്യം എനിക്കറിയില്ലായിരുന്നു. എനിക്ക് പേഴ്സണൽ കാര്യം എനിക്ക് അങ്ങനെ പബ്ലിക്കാക്കേണ്ട കാര്യമില്ല. വളരെ നല്ല കാര്യം തന്നെ. ഇങ്ങനെ തന്നെ എല്ലാ ഇന്റർവ്യൂസിലാണെങ്കിൽ മീഡിയസിന് മുന്നിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്കെതിരെ കുറെ ആൾക്കാർ ആരോപണ കാര്യങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. കാര്യം ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, ഓക്കെ പ്രൈവറ്റ് ലൈഫാണ്, എനിക്ക് പറയാൻ താല്പര്യമില്ല. വളരെ നല്ല കാര്യം. ഇത് തന്നെ മുൻപും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടാം ഭാര്യ രംഗത്ത് വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അത്തരം കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ പറയുന്ന കുറെ നെഗറ്റീവ് പറയുന്ന ഇവന്മാര്, സുധിച്ചേട്ടൻ എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട, സുധിച്ചേട്ടൻ്റെ മക്കൾ കഴിച്ചോ, അവർ ഓണത്തിന് ഒരു തുണി കൊടുത്തോ, എന്ത് ഇവന്മാരും തിരക്കോ. ഇപ്പൊ രേണു സുധി വൈറലായി, ഓക്കെ, അവള് എവിടെ ചെന്ന രേണു സുധി ഒരു അത്യാവശ്യം വലിയൊരു ഇതിൽ സുധിച്ചേട്ടൻ്റെ ആ ഒരു വൈഫ് എന്ന നിലയിൽ ഓടി വന്ന് തന്നെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്. കേട്ടില്ലേ, സുധിച്ചേണ്ട വൈഫ് എന്ന നിലയിൽ ഒരുപാട് ആൾക്കാർ ഓടി വന്ന് സ്നേഹം കാണിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, വർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇന്നും സുധിച്ചേണ്ട തണലിൽ തന്നെയാണ് രേണു സുധി നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ ഭയങ്കര പുച്ഛമാണ്. ആ ഒരു രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഓരോ ഇന്റർവ്യൂലാണെങ്കിൽ കൂടി സുധിച്ചേണ്ട ഫോട്ടോ ബാക്കിൽ വെച്ചിട്ട് അവിടെ ഒരു സ്പ്രേയും വെച്ചിട്ടൊക്കെ തന്നെയല്ലേ നിങ്ങൾ എല്ലാ ഇന്റർവ്യൂസ് ആണെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കാര്യം അവിടെ എല്ലാം വളരെ കൃത്യമായിട്ട് സുധിച്ചേണ്ട വെച്ച് തന്നെയാണ് നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തണലിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാണ് സുധിച്ചേണ്ട തണലല്ലല്ലോ, ഞാൻ എന്റെ രീതിയിലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കി കൂടെ പറയുന്നേക്കാം. ഇതൊക്കെ കണ്ടപ്പോൾ നിന്റെയൊക്കെ കണ്ണിക്കടി കൊണ്ടല്ലേ നീയൊക്കെ ഇപ്പം രംഗത്ത് വന്നേക്കുന്നത്? അല്ല, സുധിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ടാണോ നീയൊക്കെ രംഗത്ത് വന്നേക്കുന്നത്? ലോക്ക്ഡൌണിൽ ഒരു പ്രശ്നം ഉണ്ടായി സാമ്പത്തികമായിട്ട് സുധിച്ചേട്ടന്, അന്നൊക്കെ നിന്റെ ഒരുത്തന്റെ മോന്തം കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇവരുടെ കാര്യത്തിൽ ആർക്കും കണ്ണിക്കടി തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന പബ്ലിക്കായിട്ട് പറയുന്ന സാധനങ്ങളിലാണെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാർ അതിന്റെ അഭിപ്രായം പറയുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ഇല്ലേടെ, അത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾ ആരും ചെലവിന് തന്നില്ലല്ലോ എന്നുള്ള സാധനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായപ്പോൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് വീട് വെച്ച് തന്നത് ആരാണ്? അല്ലെങ്കിൽ ആഹാരമൊക്കെ പൈസയിൽ നിന്നാണ് ഈ പറഞ്ഞ നാട്ടുകാരും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ സഹായിച്ചില്ലേ? അപ്പൊ അവരെയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ പറയുമെങ്കിൽ കൂടി അന്ന് സുധിച്ചേട്ടൻ ജീവനോട് ഉണ്ടായിരുന്ന ടൈമിൽ നിങ്ങളെ പറ്റി പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് എങ്ങോട്ട് വെക്കാം. ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, പക്ഷെ അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. വൈഫിന് ഒരു മെൻ്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയാണ്. അപ്പോൾ അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റില്ല. അതിൻ്റെ ടാബ്ലറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ കാര്യം പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ഇതിൽ നിന്നൊക്കെ പറ്റിപ്പോയതാണ് ഈ കാര്യങ്ങളൊക്കെ. എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കിറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യണതും എല്ലാം. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്നെ കുറ്റം പറയാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ
സുധിച്ചേട്ടൻ ജീവനോട് ഇരുന്ന ടൈമിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, എന്നെ കുറ്റം പറയാണ്ടിരിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷേ ഇന്ന് രേണുസുധിയുടെ ഈ പ്രവർത്തികൾ കാരണം എന്തോരം നെഗറ്റീവ് കമന്റാണ് സുധിച്ചേട്ടന് എതിരെയായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കമന്റ് ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഞാൻ വായിക്കാവേ. അല്ല, ഈ സുധി ഒരു കോമഡി ആർട്ടിസ്റ്റ് അല്ലേ, അല്ലാതെ സ്വാതന്ത്ര്യ സമര സേനാനി അല്ലല്ലോ, നിർത്തിപ്പോകും മക്കളെ മൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ ആൾക്കാർ നിരവധിയായിട്ട് പറയുന്നുണ്ട്. ആരാണ് ഈ സുധി എന്നൊക്കെ രീതിയിൽ ആൾക്കാർ ആക്ഷേപിക്കുന്ന കുറേ കമന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ രേണുവിൻ്റെ ആണെങ്കിൽ പുള്ളിക്കാരിയുടെ ആണെങ്കിൽ ആ ഒരു പോസ്റ്റ് പോട്ടം ആ ഒരു ഡിപ്രഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇത്രയും വർഷങ്ങളായില്ല, അതൊക്കെ മേ ബി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ബാക്കി കൂടെ ഇനി അവർ പറയുന്നത് കേൾക്കാം. ഇനി അതിനകത്താണെങ്കിൽ ഇവരുടെ സഹോദരിയൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാരും ഞങ്ങള് ഫാമിലി മൊത്തമായിട്ട് ഇപ്പൊ ആത്മഹത്യയുടെ വക്കില്ല. ചേട്ടാ, ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേൾക്കണം. എന്റെ ചേച്ചി സഹോദരിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മിക്കവാറും ഞങ്ങളുടെ 4 പേർ ആത്മഹത്യ ചെയ്യേണ്ടവർ, ഞാനും എന്റെ പപ്പായും അമ്മയും ഉൾപ്പെടെ. അതാണ്, ഇവരിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കിലാണ്. എന്താണ് അതിന് കാരണമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചേട്ടാ, സുചേട്ടൻ പോയിട്ട് ഇപ്പൊ അറിയാം, ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടപ്പറവ് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച്, എല്ലാവരും അല്ല, കുറച്ച് യൂട്യൂബ് ചാനലുകാർ, അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഒരു ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല, ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞു പോവുക. എനിക്കും എൻ്റെ പപ്പായ്ക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ 2-3 എല്ലാവരും അല്ല, 2-3 യൂട്യൂബേഴ്സ്, ഒന്ന് അതുൽ ബ്ലോഗേഴ്സ്, അതുലേട്ടനും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ പറയുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് ഇവർക്ക് ബുദ്ധിമുട്ടാവുന്നത്. പിന്നെ അതിനകത്ത് എടുത്ത് പറയുന്ന 2-3 പേര്, അതിൽ മെയിൻ ആയിട്ട് പറയുന്ന അതുലേട്ടനാണ്. പിന്നെ വേറെ 2 പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവരുടെ വീഡിയോസ് ആണ് ഇവരെ ആത്മഹത്യയുടെ വക്കിലോട്ട് എത്തിച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. അല്ല, എന്താണ് ഇതിനകത്ത് ഇപ്പം അതുലേട്ടൻ്റെ വീഡിയോസ് നമ്മൾ കാണുമ്പോഴത്തേക്കിന് നിങ്ങൾ പബ്ലിക്കിൽ എത്തിച്ചേക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പുള്ളി അവിടെ സംസാരിച്ചേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ വ്യൂവേഴ്സിന് എത്ര പേർക്ക് അറിയുന്നുണ്ടാവും അറിയത്തില്ല. ഞാൻ മുമ്പ് ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ റിയാക്ഷൻ ലൊക്കേഷനാണെങ്കിൽ കൂടിയ പല ആളുകളും മെസ്സേജ് അയച്ചിട്ടും അല്ലാതെ വിളിച്ചിട്ടാണെങ്കിലൊക്കെ ഇവരെ കുറിച്ചുള്ള പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് എല്ലാം ഒന്നും ആരും പബ്ലിക്കിലോട്ട് എത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ അവരുടെ ജീവിതമാണ്, അവർ അങ്ങനെ തന്നെ ലൈഫിലോട്ട് പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതിൽ നമ്മളായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പല കാര്യങ്ങളും ഇവിടെ ആരും വന്ന് പറയാത്തത്. എൻ്റെ അടുത്താണെങ്കിലും കുറച്ച് പേര് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മളിവിടെ പബ്ലിക് ആകുന്നില്ല. ഇവർ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രമേ നമ്മളാണെങ്കിൽ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയും കൂടെ പറഞ്ഞാട്ടെ. പിന്നെ ഇന്നലെ സന്ധ്യ അങ്ങനെ ഒരു ആളും ഇട്ടേക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞങ്ങള് സുധിച്ചേട്ടനെ എന്റെ പപ്പ കൊല്ലാൻ കൂട്ടുന്നത് എന്തൊക്കെയോ ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാ ഈ പറയുന്നത് ഇവർക്ക്. സുധിച്ചേട്ടൻ മരിച്ചത് പപ്പ ഹോസ്പിറ്റലായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് അത് കൊല്ല സുധിയുടെ ആദ്യത്തെ വൈഫാണെന്ന് പറഞ്ഞിട്ടേക്കുന്നത്. പിന്നെ ഞാൻ എന്റെ സഹോദരിയുമായിട്ട് എന്തോ എതിരെ രംഗത്തെന്നും പറഞ്ഞ് ആദ്യം എന്റെ പേര് സിന്ധു എന്നിട്ട് പിറ്റേ ദിവസം അത് രമ്യെന്നാക്കി. അപ്പം എന്തോ നമ്മളോട് മുൻ വൈരാഗ്യം പോലെ അവർ സുധിച്ചേട്ടനെ കടക്കാരാക്കിയത് ഞങ്ങളാണ്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതൊക്കെ ആരുടെ ഇതിപ്പോ പടച്ചു വിട്ടോണ്ടിരിക്കുന്നത്? ഞാനുണ്ടല്ലോ, നമ്മുടെ വ്യൂവേഴ്സിനാണെങ്കിൽ ഇവരുടെ വിഷയങ്ങളൊന്നും കാണാൻ താല്പര്യമില്ല എന്നൊക്കെ കമന്റ് ബോക്സ് ഇതിന് മുമ്പ് ടോപ്പിക്കൊക്കെ എടുത്തപ്പോഴത്തേക്കിന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പിന്നെ ശരി ഇനി ഇവരുടെ കണ്ടന്റ് എടുക്കുകയേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അതിനോട് തിരിഞ്ഞു നോക്കാൻ പോലും പോറില്ലേ. ഇവരുടെ ഫോട്ടോ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നോക്കൂല. കാര്യം നമുക്കിത് വേണ്ട. കാര്യം നമ്മളതിനെപ്പറ്റി അറിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നമുക്ക് തോന്നും. വേണ്ട, അതുകൊണ്ട് നമ്മൾ അതിനോട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇതൊക്കെ ഏത് യൂണിവേഴ്സ് ഇവരെ പറ്റി ഇങ്ങനെയൊക്കെ വ്യക്തിധൈര്യമൊക്കെ വെച്ച് ആരുടെ ഇതൊക്കെ പടച്ചു വിട്ടോണ്ടിരിക്കണേ? ഈ സുധിച്ചേട്ടന്റെ മക്കൾക്ക് മറ്റേ HDC അവർ വെച്ചു കൊടുത്ത വീട് നമ്മുടെ സുധിച്ചേട്ടൻ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്തത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സുധിച്ചേട്ടൻ പോയ പിന്നെ ഇവരെ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് റെന്റിന് എടുത്താൽ കാരണം ഇവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം സുധിച്ചേട്ടൻ ഉണ്ടായിരുമ്പോൾ ഞങ്ങളെ അങ്ങനെ തന്നെയായിരുന്നു നോക്കിയതും സ്നേഹിച്ചതും. അപ്പൊ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാറി താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് എടുത്ത് റെന്റിനെടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. എന്നിട്ട് ഇപ്പം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കിച്ചുവിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് ഈ വീട്ടില് രേണുവിന്റെ പപ്പായും ഞങ്ങൾ ഇവിടെ താമസിക്കുവാന്ന്. ഈ സംശയമുള്ളവർ ഇവിടെ ഒന്ന് നോക്കുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ അവർക്ക് ഈ പറയുന്ന പോലെ ഒരു സഹായം എന്നോണം അല്ലെങ്കിൽ അവർക്ക് ഒരു കരുതലിന് വേണ്ടി നിങ്ങൾ അവിടെ പോയി നിൽക്കുന്നതിൽ എന്താണ് തെറ്റ്? ആർക്കെന്താണ് പ്രശ്നം? എന്താണ്? അന്ന് ഇവിടെ ആർക്കും വിഷയമുള്ള കാര്യമില്ല. പക്ഷേ ഈ പ്രശ്നമായിട്ട് പറയുന്നത് ഏത് യൂണിവേഴ്സിലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനിതൊന്നും പിന്നെ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളതൊക്കെ കാണുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ജസ്റ്റ് പറയട്ടെ എവിടെ ഏത് യൂണിവേഴ്സിലാണ് ഇത് നടക്കുന്നതെന്നുള്ളത്. ആ തിരുമേനി ഞങ്ങളെ തിരുമേനി എന്നായിരുന്നു ഞങ്ങളോട് വന്ന് പറഞ്ഞത്. ആ പള്ളിയിലെ തിരുമേനി സുധിച്ചേട്ടന് കുറച്ച് സഹായമൊക്കെ ചെയ്തായിരുന്നു. സുധിയെ ഭയങ്കര ഇഷ്ടമാണ്, സുധിച്ചേട്ടൻ സുധിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അന്ന് ലോക്ക്ഡൌൺ ടൈമിൽ കുറച്ച് സഹായം വന്നുകൊണ്ട് സുധിച്ചേട്ടൻ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഈ പള്ളി, ഞങ്ങൾക്ക് ഒരു പള്ളിയുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ സുധിച്ചേട്ടൻ എന്നോടും പറഞ്ഞ് എൻ്റെ പപ്പായ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിനാണ് സുധിച്ചേട്ടൻ മരണപ്പെടുന്നതും. അതിന് തല അയച്ച് സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഈ പള്ളി നിൽക്കും, എന്നെ ഇവിടെ അടക്കണേന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് കിച്ചു ആണ് പറഞ്ഞത് മരിച്ചപ്പം പ്രോഗ്രാം വരെ അവതരിപ്പിച്ചു. അപ്പം മരിച്ച സമയത്ത് കിച്ചുവിനോട് ചോദിച്ചപ്പോൾ കിച്ചു ആണ് പറഞ്ഞത് അച്ഛനെ ആ പള്ളി, കാരണം അവൻ രാവിലെ എഴുന്നേക്കുമ്പോൾ കാണുന്നത് സൂചാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ കൂടെ പള്ളി വരുന്നതാണ് കാണുന്നത്. ആ പള്ളിയിൽ ആ ബിഷപ്പാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതല്ലാതെ ഒരു പള്ളിയായിട്ടുള്ള ബന്ധമല്ലാതെ പുള്ളിയായിട്ട് പിന്നെ എന്താണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? അതെ, അപ്പം അല്ലാതെ തിരുമേനിയായിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു ബന്ധവും ഇല്ല. ഇപ്പം തിരുമേനി എന്തോ പണം തട്ടിച്ച കേസിൽ എന്തോ കേസുണ്ട്, കേസിന് ജയിലാണ്. അതിനകത്ത് തിരുമേനിയുടെ വൈഫിനെ കാണിക്കുന്നില്ല, മക്കളെ കാണിക്കുന്നില്ല. ആർക്കും രേണുവിനും ഇവിടെ പപ്പ ആ പള്ളിയിലെ കൈക്കാരനായിരുന്നു. ഈ ഇട്ടയാള് വിചാരിച്ചേക്കുന്ന പുള്ളിയുടെ എന്തോ പടം തട്ടിക്കുന്ന അങ്ങനൊന്നും അല്ല. കൈക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു
സ്ഥാനം ഒരു സ്ഥാനം. സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ഥാനം അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആ പള്ളിയിലേ അല്ല ഞങ്ങള്, ഇപ്പൊ ആ പള്ളിയിലും അല്ല. അപ്പൊ ഇതൊന്നും അറിഞ്ഞോണ്ടല്ല. അപ്പൊ അവര് പറയുന്നത് തിരുമേനിയുമായിട്ട് കൂടിക്കൊണ്ട് പപ്പ രേണുന്റെ അക്കൗണ്ടിലേക്ക് കോടികളാ വന്നെന്ന്. ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതേക്കുറിച്ച്. ഇവർ ഈ പറയുന്ന ഞങ്ങൾ, പക്ഷേ തിരുമേനിയുടെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പൊ ആ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് വന്നു. ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ വൈറലായിട്ടുള്ള രണ്ടാൾക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒന്ന് രേണുസുതി, രണ്ട് ഷാജിദ ഷാജി. ഇവിടെ രേണുസുതിയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇവിടെ ആ ബിഷപ്പിന്റെ കേസ് പറഞ്ഞപ്പം സുധിച്ചേട്ടനെ ആ ഒരു പള്ളിയിൽ അടക്കിയാലോ എന്തോ ആയിക്കോട്ടെ, അതിലൊന്നും ഇവിടെ എന്താണ് പ്രശ്നം, എന്താണ് ആകാശം ഇടിഞ്ഞു വീഴൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരെ അടക്കി, അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ നിങ്ങളോട് ആലോചിച്ച് നോക്കേണ്ടത്, മരണപ്പെട്ടിട്ടും അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്നിട്ട് കൂടി സുധിച്ചേട്ടനെ വീണ്ടും ആ ഒരു കല്ലറ പൊളിച്ച് വെളിയിലോട്ട് എടുത്തുകൊണ്ട് വന്ന് ആൾക്കാരുടെ മുന്നിൽ വീണ്ടും ക്രൂശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു മരണത്തെ മാറിയിട്ടുണ്ടെങ്കിൽ, ആ രീതിയിൽ മാറ്റപ്പെടാൻ കാരണമായിട്ടുള്ളത് രേണുസുതി ഇപ്പം ഇങ്ങനെ ഒരാൾ പബ്ലിക്കിൽ വന്ന് കാണിച്ചു വിടുന്ന പല കാര്യങ്ങൾ അല്ലേ, അതല്ലേ ഈ വന്നേക്കുന്നത്. ഇപ്പൊ പല ആൾക്കാരും ചോദിക്കും എന്താണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലനുസരിച്ച് ജീവിക്കുന്നു, അതൊക്കെയാണോ എങ്ങനെയാണ് പ്രശ്നം എന്നാക്കിയിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, സോഷ്യൽ മീഡിയയിൽ ഇവർ കാണിച്ചു കൂടുന്ന ഇവരുടെ വരുമാന മാർഗമായിട്ടോ ജീവിതപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യത്തിലൊന്നും ഇവിടെ ആരും ഒരു പ്രശ്നവും പറയാറില്ല. പക്ഷേ വന്നിട്ട് കുറേ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ കുറേ കള്ളങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിന്റെ സത്യാവസ്ഥ അറിയുന്ന ആൾക്കാർ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് അവർ നല്ല രീതിയിൽ പ്രൊവോക്ഡ് ആവും. കാര്യം എന്ന് വെച്ചാൽ എടി ഇത് നമുക്കറിയുന്ന സത്യമാണ്, എന്നിട്ട് ഇവിടെ വന്ന് ഈ കള്ളം പറയുന്നത്. അങ്ങനെയാണ് ഓരോ ആൾക്കാരും കുറേ കാര്യങ്ങൾ പബ്ലിക്കിലോട്ട് വന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ തന്നെ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഫസ്റ്റ് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു, അതായത് ഇവരന്ന് ഫസ്റ്റ് ഒരു ഫേക്ക് കല്യാണം പോലൊരു സംഭവം എന്തൊരു പ്രൊമോഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് അന്ന് ഇവർ അങ്ങനെ കല്യാണം കഴിച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതല്ല ഇതൊരു ഫേക്ക് ആണ്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം രേണുസുതിയുടെ ഗ്രാഫ് മാറാൻ പോവുകയാണ്, പിന്നെ നെഗറ്റീവ് ഷെയ്ഡിലോട്ട് പോകും, അത് പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് മനസ്സിലാക്കി ആ ഒരു നെഗറ്റീവ് സാധനം തന്നെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് ആൾക്കാരിലോട്ട് പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പം സുധിച്ചേണ്ട ആ ഒരു കല്ലറ പൊളിച്ച് ചോദ്യം ചെയ്യുന്നു എന്ന ആ ഒരു രീതിയിലോട്ട് തന്നെ ഇപ്പം മാറാൻ കൊണ്ടുള്ള കാരണമായിട്ടുള്ളത്. എന്റെ ഒരു ഫോട്ടോ സൈഡ് വെച്ചിട്ട് ഇവൾ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നിനക്കൊന്നും നാണമില്ലടാ ഈ ചെറ്റ വ്ളോഗേഴ്സ്, നിനക്കൊന്നും നാണമില്ലേ? ഇനി നിനക്കൊക്കെ നീയൊക്കെ എന്നെ പറഞ്ഞോ, എന്റെ വീട്ടുകാർ പറഞ്ഞൊക്കെ നാണമില്ല. നീയൊക്കെ കുറെ ഫോൺ കോളുകളും കുറെ അവളമാര് വിളിച്ച് നിനക്കൊക്കെ ഫോൺ കോളുകൾ പറഞ്ഞ സത്യം എന്താ നോണ ഏതാ എന്താ അറിയാതല്ലേ നീയൊക്കെ ഇടുന്നത്? നാണമാകുന്നുണ്ടോടാ നിനക്കൊക്കെ? ഇത് ചുമ്മാ വെറുതെ ഇരിക്കുന്നില്ല, ഇപ്പൊ സമയമില്ലാത്തോണ്ടാ ഒന്നിനും പോകാത്തത്. സമയമില്ലാത്തോണ്ട് മാത്രമല്ല, ബിഗ് ബോസിന്റെ ഓഡീഷനൊക്കെ ഇങ്ങനെ ആയിട്ട് ബിഗ് ബോസ് പോകാൻ നിൽക്കില്ല. അപ്പൊ ഒരു കേസ് വെക്കാനൊക്കെ കഴിഞ്ഞാൽ അത് ബിഗ് ബോസിലോട്ട് പോകാനെ കൊണ്ട് പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഈ ആൾക്കാർ വോയിസ് ഒക്കെ വന്ന് പബ്ലിക്കിൽ പറയുന്ന കാര്യം പറയുമ്പോഴത്തേക്കിന് നിങ്ങളെ അറിയുന്ന വ്യക്തികൾക്ക് അറിയുന്ന ചില സത്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ കുറേ ആൾക്കാർ വോയിസ് മെസ്സേജ് ആയിട്ടും കുറേ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തു അല്ലാതൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിച്ചിട്ടില്ല. ഇപ്പം ഇവിടെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരുന്നതിനെ കൊണ്ട് മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളെ അറിയുന്ന ആളുകൾക്ക് അറിയുന്ന സത്യങ്ങൾ നിങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് കള്ളം പറയുമ്പോഴത്തേക്കിന് ഇത് അറിയുന്ന ആൾക്കാർ എന്താ പറയുക, ഇവർ കള്ളമല്ലേ പറയുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കിന് നിങ്ങളൊരു അഹങ്കാരം കാണിക്കുന്ന പോലെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിച്ച് കൂട്ടുമ്പോൾ ആൾക്കാർക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടാണ് കൊണ്ടെത്തിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഫോട്ടോ വെക്കുന്നു എന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങൾ ആ ഒരു സുധിച്ചേണ്ട ഫോട്ടോ ബാക്കിൽ വെച്ചിട്ടല്ലേ ഈ ഒരു ഇന്റർവ്യൂവിൽ ആണെങ്കിൽ പോലും ഇരിക്കുന്നത്. കാര്യം ആ സുധിച്ചേണ്ട ഫോട്ടോ വെച്ചാൽ മാത്രമേ നിങ്ങളെ ആൾക്കാർക്ക് അറിയുകയുള്ളൂ. അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. നിങ്ങൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇവിടെ ഇല്ല, സ്വന്തമായിട്ടുള്ളൊരു ഐഡന്റിറ്റി നിങ്ങൾക്ക് ഇവിടെ ഇല്ല. സുധിച്ചേണ്ട പേരിലുള്ള ഒരു ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങളവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഈ പറയുന്ന തമ്മിൽ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് അത് വ്യൂവർഷിപ്പാടെ നിങ്ങളൊക്കെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനെ കൊണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളൊരു കണ്ടന്റ് മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ നമുക്ക് എന്താണ് പ്രശ്നം എന്താണ്. പക്ഷേ നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടെത്തിക്കുമ്പോൾ അത് നമുക്കൊരു കണ്ടന്റായി മാറുകയാണ്. അത്രമാത്രം നിങ്ങൾ വിചാരിക്കുക. ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചാൽ അതിന് ഈ ഉത്തരവാദി ഈ ഞങ്ങളെക്കുറിച്ച് ഈ മോശം പറയുന്ന യൂട്യൂബേഴ്സ് മാത്രമായിരിക്കും. ഒന്ന് അതിൽ ബ്ലോഗേഴ്സ്, എന്നാലും എൻ്റെ അതിലേട്ടാ നിങ്ങൾ ഇതിനും മാത്രം എന്താ ചെയ്തേ? ഞാൻ പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളെ അത്രത്തോളം ഇതായിട്ട് ചെയ്തേക്കുന്ന വീഡിയോസ് ഏതാണ് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആ ബിഷപ്പിന്റെ കേസാണെങ്കിൽ കൂടി പുള്ളി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? അറിയാൻ മേലത്തോണ്ട് ചോദിക്കാണേ. ഏതേലും ഒരു ബ്ലോഗറോ ഏതേലും അവിടെ നിന്ന് പറയത്തേ ഉള്ളൂ. ഇവിടെ മുന്നിൽ വന്ന വീട്ടു തരത്തുമില്ല. ഞങ്ങളുടെ മുന്നിൽ നിന്നൊന്ന് പറഞ്ഞു അന്നേരം അറിയാം രേണുസുതി ആരാ രമ്യ ആരാന്ന് അന്നേരം അറിയാം. അതാണ് കലിപ്പ് മൂടാണ്. അപ്പോൾ ഇതിനകത്ത് എന്തിനാണ് നിങ്ങളടുത്ത് നേരിട്ടൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടെത്തിക്കുന്നു, ആ സാധനം കണ്ടന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് കണ്ടന്റ് ആക്കണം. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ നിങ്ങളുടെ അടുത്ത് എന്താണ് ഈ പറയുന്ന ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് പേഴ്സണലി ഒരു ഗ്രഡ്ജോ വൈരാഗ്യോ കാര്യങ്ങളൊന്നും ഉള്ള ആൾക്കാരൊന്നും അല്ല. നിങ്ങൾ പബ്ലിക്കിൽ പല സാധനങ്ങളും പറയുമ്പോഴത്തേക്കും അത് അവർക്കൊരു കണ്ടന്റാണ്. ഇപ്പൊ എനിക്കാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനം വെറും കണ്ടന്റ് മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ അടുത്ത് വ്യക്തി വൈരാഗ്യോ നിങ്ങളെന്തോ ഭയങ്കര സംഭവം ആയതുകൊണ്ടോ അല്ല. നിങ്ങളുടെ പേരോ ഫോട്ടോ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സുധിച്ചേണ്ട പേരും ഫോട്ടോ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് റീച്ച് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, എന്തിനാണ് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.